Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പർ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ് ആണ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങൾ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. നിങ്ങൾക്ക് സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ അത് മാത്രമല്ല, നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ബികോം BBA, ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് BBA സ്റ്റുഡൻസിനും അവൈലബിൾ ആണ് കേട്ടോ. സോ കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ ഇതുവരെയുള്ള റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം നിർബന്ധമായി നിങ്ങൾ നോക്കേണ്ടത് പ്രൊഫഷണലിസം എന്താണ്, പ്രൊഫഷണലിസം എന്താണ് നോക്കിയിരിക്കണം. റിപ്പീറ്റ് ആണ്. അതുപോലെ തന്നെ അതിൽ വരുന്ന മറ്റൊരു ചോദ്യമാണ് സോഫ്റ്റ് സ്കിൽസ്. അതിനെ പറ്റിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് ഡോക്യുമെന്റേഷൻ എന്താണ്, ഡോക്യുമെന്റേഷൻ എന്താണ്. അതിൽ ടെക്നിക്കൽ ഡോക്യുമെന്റേഷൻ എടുത്ത് ചോദിക്കാറുണ്ട്, നിർബന്ധമായി നോക്കിയിരിക്കണം. പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇതൊക്കെ സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാറുണ്ട്. നിർബന്ധമായും നോക്കിയിരിക്കണം. 2 വെയിറ്റേജ് ചോദ്യത്തിൽ 2 മാർക്സിന്റെ ചോദ്യത്തിൽ വരാറുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കണ്ടന്റ്, ഈ കണ്ടന്റ് നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ഈ ബുക്ക് ഉണ്ട്, ഈ കണ്ടന്റ് ഡെവലപ്മെന്റും ചോദിക്കാറുണ്ട്. ഈ കണ്ടന്റ് ഡെവലപ്മെന്റ് ചോദിക്കാറുണ്ട്. ദെൻ ഈ ബുക്ക് ചോദിക്കാറുണ്ട്. നിർബന്ധമായും നോക്കിയിരിക്കണം. റിപ്പീറ്റ് ചോദ്യമാണ് ഈ ബുക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ് എന്താണ് നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് നമുക്ക് ഡാറ്റ അനാലിസിസ് ചാപ്റ്ററിൽ നിന്ന് പലപ്പോഴും കണ്ടുവന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. ബിഗ് ഡാറ്റ അനാലിസിസ്, ബിഗ് ഡാറ്റ അനാലിസിസ്. അതുപോലെ തന്നെ ഡാറ്റ മൈനിങ്, ഡാറ്റ മൈനിങ് എന്താണ്. ദെൻ ഡാറ്റ സയൻറ്റിസ്റ്റ് ആരാണ്, സയൻറ്റിസ്റ്റ് ആരാണ്. അതുപോലെ തന്നെ എന്താണ് ഡാറ്റ ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്താണ്, ബിസിനസ് ഡാറ്റ അനാലിസിസ് എന്താണ്, സയൻറ്റിസ്റ്റ് ആരാണ്. അപ്പോൾ ഇത് 2 മാർക്സിൻ്റെ നമ്മൾ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ദെൻ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഇൻഫോർമേഷൻ ഓവർലോഡ് എന്താണ്. റിപ്പീറ്റ് ചോദ്യമാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, നോക്കിയിരിക്കണം. അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഡിജിറ്റൽ ഡിവൈഡ് എന്താണ്. റിപ്പീറ്റ് ആണ്, ഡിവൈഡ് എന്താണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ നേറ്റീവ് എന്താണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കണ്ടുവന്നുള്ള ഒരു ചോദ്യമാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ദെൻ നെക്സ്റ്റ് സൈബർ എത്തിക്സ് എന്താണ്, സൈബർ എത്തിക്സ് എന്താണ്. റിപ്പീറ്റ് ചോദ്യത്തിൽ വരുന്ന മറ്റൊരു ചോദ്യമാണ് സൈബർ എത്തിക്സ്. അതുപോലെ തന്നെ സൈബർ അഡിക്ഷൻ, അതിനെ റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളതാണ്. അഡിക്ഷൻ എന്താണ്. അതുപോലെ തന്നെ സൈബർ ക്രൈം, സൈബർ ക്രൈം എന്താണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാറി വരാറുള്ളതാണ്, നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് 2 മാർക്സിൻ്റെ
ഓൺലൈൻ അഡ്വർടൈസിങ് എന്താണ്? നോക്കിയിരിക്കണം. 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ അതിൽ തന്നെ വരുന്ന ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണ്? ഓൺലൈൻ അഡ്വർടൈസിങ്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ഒക്കെ റിപ്പീറ്റ് ആണ്. ദെൻ ഡിജിറ്റൽ മാർക്കറ്റിംഗും റിപ്പീറ്റ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്? അതുപോലെ തന്നെ വീഡിയോ മാർക്കറ്റിംഗ് എന്താണ് ചോദിക്കാറുണ്ട്. വീഡിയോ മാർക്കറ്റിംഗ് എന്താണ്? നോക്കിയിരിക്കണം. റിപ്പീറ്റ് ചോദ്യത്തിൽ വരുന്നതാണ്. ദെൻ മറ്റൊരു ചോദ്യമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന മറ്റൊരു ചോദ്യം PPC അഡ്വർടൈസിങ്. 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. PPC അഡ്വർടൈസിങ് എന്താണ്? PPC അഡ്വർടൈസിങ് എന്താണ്? 2 പേപ്പറിൽ വന്നിട്ടുണ്ട് കേട്ടോ. നിർബന്ധമായും നോക്കിയിരിക്കണം. നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ദെൻ കമ്മ്യൂണിക്കേഷനിൽ വെർബൽ നോൺ വെർബൽ അതുണ്ട്, ചോദിക്കാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ ചോദിക്കാം. നോൺ വെർബൽ ചോദിക്കാം. ദെൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അതിൽ തന്നെ ഉള്ളൊരു ചോദ്യമാണ് ട്രാൻസാക്ഷണൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷനിലുള്ള മറ്റൊരു ചോദ്യമാണ് ട്രാൻസാക്ഷണൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. നിർബന്ധമായും നോക്കിയിരിക്കണം. ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് വെർച്വൽ ക്ലാസ് റൂമിനെ പറ്റിയിട്ട്. വെർച്വൽ ക്ലാസ് റൂം എന്താണ്? അതുപോലെ വെർച്വൽ അസിസ്റ്റന്റ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് എന്താണ്? പിന്നെ മൈക്രോ ലേണിംഗ് എന്താണ്? അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റ് ചോദ്യത്തിൽ വരുന്നതാണ്. വെർച്വൽ ക്ലാസ് റൂം, വെർച്വൽ അസിസ്റ്റന്റ്, മൈക്രോ ലേണിംഗ് ഒക്കെ കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പറയാനുള്ളതാണ് ഹൈബ്രിഡ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം. ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ എന്താണ്? ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ദെൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമുണ്ട്. വെബിനാർ എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക്കാണ്. വെബിനാർ ഇതൊക്കെ കോമൺ കാര്യങ്ങളാണ്. വെബിനാർ എന്താന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഗൂഗിൾ സ്കോളർ കോമൺ സംഭവങ്ങളത്. ഗൂഗിൾ സ്കോളർ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ. വെബിനാർ എന്താണ്? ഗൂഗിൾ സ്കോളർ ഇതിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം വരാറുണ്ട്. പിന്നെ ഏതെങ്കിലും മെൻഷൻ എനി 4 പോപ്പുലർ ഇ-കോമേഴ്സ് വെബ്സൈറ്റ്സ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇ-കോമേഴ്സ് വെബ്സൈറ്റ്സ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം വരാറുണ്ട്. പിന്നെ വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് എന്താണ് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ് എന്താണ് എന്നുള്ളൊരു ചോദ്യം നിർബന്ധമായി നോക്കിയിരിക്കണം. റിപ്പീറ്റ് ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ സൈബർ അഡിക്ഷൻ്റെ കൂടെ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയ മറ്റൊരു ചോദ്യമാണ് സൈബർ വാൻഡലിസം. നേരത്തെ പറയേണ്ടതാണ്. സൈബർ വാൻഡലിസം എന്താണ്? നിർബന്ധമായും നോക്കിയിരിക്കണം. അതിൻ്റെ കൂടെ വിട്ടുപോയ മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്, സൈബർ സ്പേസ്. ഇതൊക്കെ മാറി മാറി വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ദെൻ മറ്റൊരു ചോദ്യം IT ആക്ട് 2000 ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. റൈറ്റ് എ നോട്ട് ഓൺ IT ആക്ട് 2000 ചോദിക്കാറുണ്ട്. പിന്നെ CTC അങ്ങനത്തെ കുറച്ച് B2B അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. C2Cയോ അങ്ങനെ കുറേ സംഭവങ്ങളില്ലേ. B2C B2G അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് നോക്കി വയ്ക്കുക. അതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ വരാം. ദെൻ മറ്റൊരു ചോദ്യമാണ് ഇമെയിൽ സ്പൂഫിംഗ്.
ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നോക്കിയിരിക്കണം, വരാറുള്ളതാണ്. പിന്നെ ചാറ്റ് ബോട്ട്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട്, നോക്കിയിരിക്കണം. പിന്നെ ഇൻ്റലിജൻറ്റ് ഏജൻറ്റ് ആരാണ് ചോദിക്കാറുണ്ട്. ദെൻ ലാസ്റ്റ് ഒരു സജഷനും കൂടി തരുന്നു, മൂക്ക്. അത് ശരിക്ക് നമ്മൾ 5 മാർക്കിൻ്റെ ചോദ്യത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്, എന്നാലും നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു 25 സജഷൻസ് ആണ്. നമുക്ക് 15 ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിർബന്ധമായും ലഭിച്ചിരിക്കും കേട്ടോ. ഈ ചോദ്യങ്ങൾ മാക്സിമം വരണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ടൈപ്പുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സോ എന്തൊക്കെയാ? പ്രൊഫഷണലിസം, ദെൻ പല സ്കില്ലുകൾ എന്തെങ്കിലും നോക്കാം, മേ ബി അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. ഡോക്യുമെൻറ്റേഷൻ ചോദിക്കുകയും, അതിൽ പലതരത്തിലുള്ള ഡോക്യുമെൻറ്റേഷൻ, അതിൽ ടെക്നിക്കൽ ചോദിക്കാറുള്ളതാണ്. ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്. ഈ കണ്ടന്റ് എന്താണ്, ഈ കണ്ടന്റ് ഡെവലപ്മെൻറ്റ് എന്താണ്, ഈ ബുക്ക്, ഈ വേസ്റ്റ് ഉണ്ട് കേട്ടോ, നോക്കാൻ മറക്കരുത്. ഈ വേസ്റ്റ് ഞാൻ പറഞ്ഞു എന്നറിയില്ല, ഈ വേസ്റ്റ് ചോദിക്കാറുണ്ട്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് അനാലിസിസ്, ബിഗ് ഡാറ്റ അനാലിസിസ്, ഡാറ്റ മൈനിങ്, ഡാറ്റ സയൻറ്റിസ്റ്റ്, ബിസിനസ് ഡാറ്റ അനാലിസിസ്, ഇൻഫർമേഷൻ ഓവർലോഡ്, ഡിജിറ്റൽ ഡിവൈഡ്, ഡിജിറ്റൽ നേറ്റീവ്, സൈബർ എത്തിക്സ്, സൈബർ അഡിക്ഷൻ, സൈബർ ക്രൈം, ഓൺലൈൻ അഡ്വർടൈസിങ്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വീഡിയോ മാർക്കറ്റിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, PPC അഡ്വർടൈസിങ്. ദെൻ കമ്മ്യൂണിക്കേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുള്ളതാണ്, വെർബൽ, നോൺ വെർബൽ, റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ ട്രാൻസാക്ഷണൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ദെൻ വെർച്വൽ ക്ലാസ് റൂം, അതുപോലെ തന്നെ വെർച്വൽ അസിസ്റ്റൻറ്റ്, മൈക്രോ ലേണിംഗ്, ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ, വെബിനാർ, ഗൂഗിൾ സ്കോളറിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യാൻ, പിന്നെ ഇ-കോമേഴ്സ് വെബ്സൈറ്റ് നോക്കാം, വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്, സൈബർ വാൻഡലിസം, സൈബർ സ്പേസ്, IT Act 2000, പിന്നെ C2C, B2G, അങ്ങനത്തെ B2, ഇതൊക്കെ നോക്കി വയ്ക്കുക. ഇമെയിൽ സ്പൂഫിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ചാറ്റ് ബോർഡ്സ്, ഇൻ്റലിജൻ്റ് ഏജൻറ്റ്, മൂക്ക്. അപ്പോൾ ഇതാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ദെൻ നെക്സ്റ്റ് ഉള്ള സജഷൻ ഇതാണ്. ആൻഡ് ഫൈനലി ഈ ചോദ്യങ്ങൾ. ഓക്കെ, സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിർബന്ധമായും കിട്ടിയിരിക്കും വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ അത്. ഓക്കെ, സോ നമുക്കിനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ വീഡിയോ ആണ് ചെയ്യാനുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.